അപ്പോൾ നിങ്ങളെ കാണുന്നതാണ് പിച്ചോള ലേക്ക്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നതാണ് റോയൽ താജ് ഹോട്ടൽ. മഴയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഇരുമ്പിനെ കൊണ്ടുണ്ടാക്കിയ കേട്ടോ. നമ്മൾ KFC പറഞ്ഞു. എല്ലാം കൂടി 16 പീസ് ഉണ്ട്, 650 രൂപയ്ക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുള്ളത് രാജസ്ഥാനിലാണ്, ഉദയ്പൂരാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് വണ്ടി എടുത്തില്ല, കാരണം ഭയങ്കര കൺജസ്റ്റഡ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ്, സിറ്റി പാലസിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ രാജസ്ഥാൻ ഉദയ്പൂർ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഓട്ടോയിലാണ് പോകുന്നത്. ഭയങ്കര കുലുക്കം. ഗൈസ്, അങ്ങനെ നമ്മൾ സിറ്റി പാലസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന അന്ന് തുടങ്ങിയ മഴയാണ്. ഇതുവരെ ഞങ്ങൾക്ക് മഴ തോർന്നിട്ടില്ല. രാജസ്ഥാനിൽ വന്നപ്പോൾ മരുഭൂമി പ്രദേശത്ത് വന്നപ്പോഴും ഞങ്ങൾക്ക് മഴയുണ്ട്. അപ്പോൾ സിറ്റി പാലസിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ട് ടിക്കറ്റ് റേറ്റ് ഭയങ്കര റേറ്റാണ്. ഭയങ്കര അല്ല, എന്നാലും ഒരാൾക്ക് 450 അല്ലേ. ചേട്ടൻ നമ്മളെ കത്തി വെച്ചു 100 രൂപ വാങ്ങിച്ചു 2 കിലോമീറ്ററിന്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സിറ്റി പാലസിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 450 ആണ് ചാർജ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 300 രൂപ ചാർജ് ഉള്ളൂ. പിന്നെ ആർമി അങ്ങനത്തെ ഓഫീസേഴ്സിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ടും ഇല്ല. നമ്മൾ 450, 2 പേർക്ക് കൂടി 900 രൂപ കൊടുത്തു. അപ്പോൾ നേരെ സിറ്റി പാലസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് ഹിന്ദിയിൽ? ഗണേഷ് അല്ലേ? ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. പക്ഷേ നല്ല മഴ കേട്ടോ, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കട്ടെ. പാലസിനുള്ളിൽ കയറാൻ പറ്റൂലേ? നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു. 1559 ഈ സിറ്റി പാലസിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നത്. ഏകദേശം 400 വർഷത്തോളം എടുത്തു ഈ സിറ്റി പാലസിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു വരാൻ. അപ്പോൾ നിങ്ങളെ കാണുന്നതാണ് പിച്ചോള ലേക്ക്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നതാണ് റോയൽ താജ് ഹോട്ടൽ. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നനഞ്ഞു എവിടെ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ട് റൈഡ് ഉണ്ട് ലേക്കിൽ. പിച്ചോള ലേക്കിൽ ബോട്ട് റൈഡ് ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടത് പിച്ചോള ലേക്കാണ്. ഓക്കെ, പിന്നെ രാമേശ്വർ ഉണ്ട്, ഇങ്ങനെയാണ്. ജഗ്മന്ദിർ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഉള്ളത് സത്യപ്രകാശ് പാലസ്, സൂര്യദർശൻ, ക്രിസ്റ്റൽ ഗാലറി, ദർബാർ ഹാൾ, സൺസെറ്റ് ടെറസ്. ഇത്രയും കാര്യങ്ങളാണ് കൊട്ടാരത്തിൻ്റെ. 1553 അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഏകദേശം ഒരുപാട് രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്, ഇത് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ്, മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് നേരെ കയറി നോക്കാം. സിറ്റി പാലസ് നമ്മൾ ആ എൻട്രൻസ് കയറി. ഇനി ഈ വഴി ഈ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മുകളിലേക്ക് പോകണം. ഇവിടെ ഒരു ആനമയാണ് കേട്ടോ കംപ്ലീറ്റ്. കാരണം ഒരുവിധം എല്ലാ ഏരിയയിലും ഒരു ആനേനെ വരച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആനേൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് സിറ്റി പാലസ് മ്യൂസിയം എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മാർബിൾ ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് പഴയ രാജാക്കന്മാരൊക്കെ ഗോൾഡും സിൽവറും ഒക്കെ സൂക്ഷിച്ച സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ലീറ്റർ അവർ ഗോൾഡും സ്വർണ്ണവും സിൽവറൊക്കെ സൂക്ഷിച്ച് കുറേ കാലത്തിന് ശേഷം അത് പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇതെല്ലാം ഇരുമ്പിനെ കൊണ്ടുണ്ടാക്കിയ കേട്ടോ. ഭയങ്കര സേഫ്റ്റി കൺസേണുള്ള ആൾക്കാരായിരുന്നു തോന്നുന്നു. ഫുള്ള് ഇരുമ്പാണ്. നോക്കി, ഇവിടെ നിറയെ ആയുധങ്ങളാണ്. പല തരത്തിലുള്ള ഷേപ്പിലുള്ള ഇതുകൊണ്ടൊക്കെ ഒരു ചാമ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എപ്പോൾ പണമായിരുന്നു ചോദിച്ചാൽ
കാര്യം കാണിച്ചത് കണ്ടില്ലേ, സിറ്റി പാലസിന് മോടി കിടക്കുന്നത്. കാണുന്നതേ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കൂടി ഒരു 300-400 കോടിയുടെ മുതലുണ്ടെന്നാണ് പറയുന്നത്. മോര് കളയുന്നല്ല കേട്ടോ, പണ്ടത്തെ രാജാക്കന്മാർ ആൾക്കാരെ ചാമ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പണ്ടത്തെ പലതരം വാളുകൾ, പണ്ടത്തെ ആളുകൾ, അതായത് ആയുധങ്ങൾ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പാണ്. നമ്മൾ മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിച്ചോള ലേക്ക് കാണാം. പിച്ചോള ലേക്കിന്റെ അകത്ത് വൈറ്റ് പാലസ് ഉണ്ട് അവിടെ. നമുക്ക് ഉദയ്പൂരിന്റെ മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ ഉദയ്പൂർ ടൗൺ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ കാണുന്ന ജഗദീഷ് ടെമ്പിൾ. മ്യൂസിയത്തിന്റെ 1ാം നിലക്കിനെപ്പോഴും നമ്മളത് ഇവിടെ ഇരിക്കാനും ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തിരക്ക് പോകാൻ ടൈം രാവിലെ വന്നുകൊണ്ടാണ്. വൈകുന്നേരം വരുവാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് മാർബിളിൻ്റെ ബെഞ്ചുണ്ട്. പിന്നെ പണ്ടത്തെ പാത്രങ്ങളും അടുപ്പുകളും ഒക്കെ ഇവിടെ ഉണ്ട്. കത്തിയെടുക്കുന്നത് താഴെ എന്തോ കല്ലുകൊണ്ടുള്ള എന്തൊക്കെയുണ്ട് താഴെ. ഗൈസ്, ഈ കാണുന്നതേ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കൂടി ഒരു 300-400 കോടിയുടെ മുതലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സിറ്റി പാലസ് കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പണ്ടത്തെ അവരുടെ ഡ്രസ്സുകൾ, അവരുടെ ആർമി ഉപയോഗിച്ച സാധനങ്ങൾ, തോക്ക്, ഗണ്ണ്, പീരങ്കി, ഡ്രസ്സ്, പിന്നെന്തൊക്കെയാ നമ്മൾ കണ്ട പാത്രങ്ങള്. വയ്യാ വിചാരിച്ചാലും തിരിച്ച് റിട്ടേൺ വരാനാവില്ല. ഇതിലേക്ക് രീതിയിലാണ്. അതായത് നമ്പർ ചെയ്തിട്ടുണ്ട്. 21 പോയിന്റ്സ് ഉണ്ട്. അതുവഴി ഇങ്ങനെ കയറി ഇറങ്ങി 34 ഉണ്ടോ? അമ്മ 34 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഇറങ്ങി ഇങ്ങനെ കിടക്കണം, എന്നാലേ നമ്മൾ പുറത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഉദയ്പൂർ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയൊക്കെ. കടകളൊന്നും ഓപ്പൺ ആയില്ല. ഞങ്ങൾ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചാണ് നടന്നത്. പക്ഷേ കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഓപ്പൺ ആയ ഇടത്തിലൊക്കെ കത്തി റേറ്റാണ്. നമ്മളപ്പോൾ ഇന്ന് രാവിലെ ഉദയ്പൂരിലുള്ള സിറ്റി പാലസ് ആണ് കാണാൻ പോയിട്ട്. 2-3 മണിക്കൂർ എടുത്തായിരുന്നു കാണാൻ പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ നിന്ന്, കാരണം അമ്മൂന് തീരെ വയ്യായിരുന്നു, ഒരു കഫക്കെട്ടിന്റെ പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളത്. ഇപ്പം ഈവനിങ് ആയി, 5 മണിയായി. ഇപ്പം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു മാളിലേക്ക് പോവാണ്. നെക്സസ് സെലിബ്രേഷൻ മാൾ. അപ്പം ഞങ്ങൾ നെക്സസ് സെലിബ്രേഷൻ മാളിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഈ മാളിലേക്ക് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നേരെ ഇനി മാളിലേക്ക് പോവാണ്. എന്തിനാ പോകുന്നത്? ഫുഡ് അടിക്കാൻ. മെയിൻ അതാണ്, എവിടെ പോയാലും തിന്ന. അപ്പോൾ ഇതാണ് നെക്സസ് സെലിബ്രേഷൻ മാൾ. നമ്മളിപ്പോൾ 3rd ഫ്ലോറാണ് ഉള്ളത്. നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നതാണ്. ഇനി ഇവിടെ എവിടെയാണ് ഫുഡ് കിട്ടാൻ നോക്കാം. മസാജിങ് ചെയറുണ്ട്. ഇതിൽ എനിക്കൊരു മസാജ് ചെയ്യണം. ഗൈസ്, അങ്ങനെ അമ്മൂൻ്റെ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ്. ഇവിടെ KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, ചിക്കൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഫുഡ് അവിടെ KFCയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നേരെ മസാജിങ് അല്ലേ? ഒരു 7 മിനിറ്റ് മസാജ് ചെയ്യണം. 100 രൂപയാണ് 7 മിനിറ്റ് ചെയ്യാനായിട്ട്. ഒരു മസാജ് ചെയ്യണം. യെസ്, നമ്മുടെ അപ്പാപ്പൻ്റെ കട കണ്ടു. ഗൈസ്, നമ്മുടെ അപ്പാപ്പൻ്റെ കട കണ്ടിരിക്കുകയാണ്. ഇനി അപ്പാപ്പൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് ചിക്കൻ കാല് കഴിക്കണം.
നമ്മൾ ഈ നമ്പർ 8 പറഞ്ഞു കേട്ടോ. നമ്മൾ KFC പറഞ്ഞു, എല്ലാം കൂടി 16 പീസ് ഉണ്ട്, 650 രൂപയ്ക്ക്. ഞങ്ങൾ നാട്ടിലത്തെ വെച്ചിട്ട് ചെറിയ പീസാക്കി കഴിച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഇത് ഒരുപാടുണ്ട്. അപ്പം ബാക്കി ഞങ്ങൾ പാർസൽ പറഞ്ഞു, ഇല്ല വീട്ടിൽ കൊണ്ടുപോകും. പകുതി ഞങ്ങൾ പാർസൽ പറഞ്ഞു, ഇതേ പാർസൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇപ്പോൾ കഴിക്കാൻ നോക്കട്ടെ, ബാക്കി വീട്ടിൽ കൊണ്ടുപോകും അല്ലേ. അപ്പം നമ്മളിവിടുന്ന് KFC ഓർഡർ ചെയ്ത് കഴിച്ചു. പക്ഷേ ടേസ്റ്റ് ഭയങ്കര മോശമായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ടേസ്റ്റേ അല്ല. നമുക്ക് തീരെ ഇഷ്ടമായില്ല, ഒരുമാതിരി ചൊയൊക്കെ. അപ്പം കുറച്ച് നമ്മളാണെങ്കിൽ ഒരുപാട് ഓർഡർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബാക്കി എടുത്തിട്ടുണ്ട്, പാർസൽ എടുത്തിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല, കാരണം ടേസ്റ്റ് എന്നാൽ പോകാൻ നമ്മൾ തിരിച്ച് ഇനി റൂമിലേക്ക് പോവാണ്. യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇന്നങ്ങനെ പുറത്തൊന്നും ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ സിറ്റി പാലസ് മാത്രമേ പോയുള്ളൂ. പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ഏതായിരുന്നു മാള്? നമ്മളെ നെക്സസ്. സ്ട്രീറ്റ് ഫുഡ് ഒരുപാടുണ്ട്, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാടുണ്ട്, കാരണം ആ മാളിന്റെ ഏരിയയിൽ മുഴുവൻ സ്ട്രീറ്റ് ഫുഡാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വയറിന് പിടിക്കില്ലാതെ പേടിച്ചിട്ടാണ് കഴിക്കുന്നത്, കാരണം കുറേ ലോങ് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കഴിച്ച എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ചെറിയ ബുദ്ധിമുട്ട് 2-3 ദിവസം മാത്രമല്ല അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ കാണിക്കേണ്ടി, അതൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇത് പേടിച്ചിട്ട് തന്നെയാണ്. വേറെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് കഴിക്കാൻ ഒരു പേടിയുണ്ട്. അപ്പം ഇതിങ്ങനെ നമുക്ക് ട്രാവൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകണം എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിക്കാത്തത്. പിന്നെ അമ്മൂന് തീരെ സുഖമില്ലായിരുന്നു ഇന്ന്, അപ്പോൾ കുറേ സമയം ഇന്ന് റെസ്റ്റ് എടുത്തു. നാളെ നമ്മൾ പോകുന്നത് ജയ്പൂരിലേക്കാണ്, ഹവാമഹലൊക്കെ കാണണം. അപ്പോൾ നാളെ രാവിലെ ഈവനിങ് ആവും എത്താം. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നാളെ അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.